ഞാൻ അട്ടപ്പാടിയില് ഇന്നത്തേക്ക് 6ാമത്തെ ദിവസം അട്ടപ്പാടിയിൽ ഞാൻ നിൽക്കുന്നത്. ഇപ്പം പോകുന്നത് മൂലങ്കൽ എന്നൊരു സ്ഥലത്തേക്കാണ്. മൂലങ്കങ്ങള് ഇവിടെ നല്ല സിംഗിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാല് ഈ ഭാഗത്തേക്കാണ് എന്റെ വണ്ടി നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ കാണിച്ചു തരാം. മൂലങ്കൽ എന്തെല്ലാന്നുള്ളതൊക്കെ നോക്കാം. ഇതൊരു കാടാണ്. കാട്ടാനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്നുള്ള ബോർഡ് കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ബോർഡൊക്കെ. ഇന്ന് സ്കൂളിൽ വരാ. ഇന്ന് പൊങ്കലിന്റെ അത് ക്യാമറ. അതിന്റെ പേരെന്താ? ഉന്റെ പേര് അജീഷ്. എത്ര പഠിക്കുന്നേ? ശിവശങ്കർ 6 ബിയില്. അഭിഷേക് 6. അടിപൊളി. ഒരു ആൾ കൊടുക്കുക എല്ലാവർക്കും. അപ്പൊ നമ്മളെ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. അതാ ചാനലിന്റെ പേര്. ഒരു ഫോട്ടോ എടുക്കണം. ആയിട്ടില്ല. ട്രാവൽ ചാനൽ 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ജംഗ്ഷനിലും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് എനിക്ക് പോവാനുള്ളത്. ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററോളം പോവാനുണ്ട് മൂലങ്കല്ല്. അതുപോലെ ഞാൻ വന്ന റൂട്ട് ഇതാണ്. പിന്നെ ഇത് ഷോളയൂരിൽ നിന്നാണ് ഇങ്ങോട്ട്. ഞാൻ ചിറ്റൂരിൽ നിന്നും 20 കിലോമീറ്ററാണ് മുലങ്കലിലേക്ക്. ചിറ്റൂരിൽ നിന്ന് ഷോളയൂരിലേക്ക് 8 കിലോമീറ്റർ. അങ്ങനെ 8 കിലോമീറ്റർ ഞാൻ കഴിഞ്ഞു. ഈ റൂട്ടാണ് നല്ല സിംഗിലേക്ക് ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടാണ് ഞാൻ പോകാറുള്ളത്. ഇവിടെ ഞാൻ ബോർഡ് കാണിച്ചതാ. ഇതാണ് ബോർഡ്. കേരള വനം വകുപ്പിന്റെ ബോർഡാണ്. ഈ പ്രദേശത്ത് കാട്ടാന ഉൾപ്പെടെ വന്യജീവികൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ യാത്രക്കാർ സൂക്ഷിക്കുക. വന്യജീവികളെ പ്രകോപിക്കുന്ന വിധത്തിൽ കല്ലെറിയുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവണ്ണം അപകടകരമായി മാറും. വന്യജീവികളെ ഉപദ്രവിക്കുന്നത് 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ്. മരങ്ങളെ കണ്ടില്ലേ? ഈ മാസം എന്ന് പറയുന്നത് ഇല പൊയ്യുന്ന സമയമാണ്, ഈ ജനുവരിയിൽ. അപ്പം അതാണ് ഈ ഒരു പച്ചപ്പ് ഇവിടെ അധികം കാണാത്തത്. ഇല ഉണങ്ങി കിടക്കുന്ന മാസങ്ങളാണ്. ഇനിയിപ്പോ 2 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലേ, നല്ല അടിപൊളി മരമായിട്ട് വരും. അപ്പൊ നല്ലൊരു പച്ചപ്പ്. ജനുവരി കഴിഞ്ഞ ഒരു ഫെബ്രുവരി, മാർച്ച്, ജൂൺ മാസങ്ങളൊക്കെ വരാണെങ്കിൽ, മഴക്കാലത്ത് വരാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ട് ഈ ഭാഗങ്ങളില്. അപ്പൊ ആ സമയത്ത് പിന്നെ റിസ്ക് ഉണ്ട്. യാത്ര റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടും. അപ്പൊ ഞങ്ങൾ മൂലങ്കലിലേക്ക് പോട്ടോ. അപ്പൊ മൂലങ്കലിലേക്ക് പോണ റൂട്ടാണ്. ഈ റൂട്ടില് ഇവിടെ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ മൂലങ്കൽ എന്താന്ന് പറഞ്ഞാല് മെയിനായിട്ട് ഇവിടെ ആദിവാസി കോളനിയാണ്. തട്ടായിട്ട് ഉണ്ടാക്കിയ ആദിവാസി ഊരുകളാണ് കേട്ടോ. അതാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇങ്ങനത്തെക്കാണ്. അട്ടപ്പാടിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഒരു കാഴ്ചകളാണ് വരുന്നത്. കാറ്റാടി തണലിൽ അങ്ങനെ ഒരു പാട്ടില്ലേ. മൂലങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചയാണിത്. ആ പാറന്റെ ആ ഉയരത്തിലൊക്കെയാണ് ഞാൻ കയറാൻ പോകുന്നത് കേട്ടോ. നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂലങ്ങളിലേക്ക് പോണ റൂട്ടാണ് കേട്ടോ അതൊക്കെ. അവിടെ എത്തിയില്ല. അവിടത്തേക്ക് എത്താൻ ഇനി ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ ഓരോ ഭാഗങ്ങൾ എത്തുമ്പോൾ കാഴ്ചയുടെ പറുദീസാണ്. 4 ഭാഗത്തും വ്യൂ ആണ്. ഇത് ശരിക്കും മൊബൈലിൽ കണ്ടാൽ പോരട്ടോ. മൊബൈൽ വിഷ്വൽസും അതുപോലെ നേരിട്ട് കാണുന്ന വിഷ്വൽസും എനി ഡിഫറെന്റ് ആണ് കേട്ടോ. ഈ മാസം കുറച്ച് പച്ചപ്പ് കുറഞ്ഞ സമയങ്ങളാണ്. നിങ്ങൾ ജൂണ് മഴക്കാലത്തൊക്കെ അല്ലേ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാല് ഒരു 1.5 കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. സത്യത്തിൽ പറയുകയാണെങ്കിൽ വിവരിക്കാൻ കഴിയില്ല ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്. കണ്ടറിഞ്ഞ് നിങ്ങൾ ഓരോ ആൾക്കാരും, ഇത് പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഫുള്ള് എന്റെ ബാക്കിൽ കാണുന്ന കാറ്റാടി യന്ത്ര, മൊത്തം കാറ്റാടി യന്ത്ര. ഈ കാറ്റാടി യന്ത്രം ഉണ്ടാക്കിയ ആൾക്കാരാരിലൊക്കെ അറിയാം. കേരള ജനതകള് എല്ലാരും അറിയപ്പെടുന്ന 2 വ്യക്തികളാണ് ഇതിന്റെ ഫണ്ട് ഇറക്കിയത്. ഒന്ന് ആരാറിഞ്ഞടെ, നിങ്ങളിഷ്ട സിനിമാ താരം മമ്മൂട്ടി. രണ്ടാമത് ആരാണെന്ന് അറിയാം ഇറക്കിയത്? നമ്മുടെ പ്രിയങ്കരനായ ദിലീപ്. ഈ 2 വ്യക്തികളാണ് ഈ കാണുന്ന സാധനങ്ങൾ, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കാൻ ഫണ്ട് കൊടുത്തത്. അപ്പൊ ഈ ഫണ്ടില് വരുമാനം അവർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഇതിൽ നിന്നാണ് ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് സാധാരണ തമിഴ്നാട്ടിൽ പല ഭാഗത്ത് പോയാൽ കാണുന്ന ഒരു, കേരളത്തിൽ ഈ അട്ടപ്പാടിയിലെ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ആള് കമന്റ് ചെയ്യണം കേട്ടോ. എന്ത് ഭംഗിയില്ല കാണാന്. ഈ കുന്നിന്റെ മേലേക്കാണ്, ഈ ബാക്കിൽ കാണുന്ന കുന്നില്ല, അതിന്റെ മേലൊക്കെ ഞാൻ പോകുന്നത്. ഈ യാത്രയിൽ കുന്നെന്നെ കാണുന്നുള്ളൂ. കുന്നുകളെ. ആദ്യം 1.5 കുന്നുകളെ.
അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവര് ഒന്ന് ഇറങ്ങിക്കോളിട്ടോ, ഒരു സംശയം വേണ്ട. പിന്നെ ബൈക്കാണെങ്കിൽ ഏത് മുക്കുമൂലയിലേക്ക് പോവാ, കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ യാത്ര തുടങ്ങിക്കോളി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ വരാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വരാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഭാഗങ്ങളിൽ ഉണ്ടാവും, അപ്പം ധൈര്യമാവും. ഞാനിപ്പോ എന്റെ ഈ സ്ഥിര യാത്ര ആയതുകൊണ്ട് ഞാനിപ്പോ ഇന്നിപ്പോ വ്യാഴാഴ്ചയാണ്, ഇവിടെ ആളൊന്നുമില്ല. അപ്പൊ നാളെ വെള്ളി കഴിഞ്ഞാല് ശനി ഞായർ, വെള്ളിയാഴ്ച അത്യാവശ്യം ആളുണ്ടാവില്ലെന്ന് പറഞ്ഞു. 360 വ്യൂ ആണ് ഇവിടുത്തെ കാണിക്കുന്നത്. കാറ്റാടി തണലിൽ, അത് പാട്ട് എനിക്കറിയില്ല. അപ്പൊ ഈ കാറ്റാടി കാണുമ്പോ ആ പാട്ട് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. ഇതിന്റെ ടോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്തെല്ലൊക്കെ വ്യൂ കാണാൻ കിടക്കണേ. അപ്പൊ 360 ഞാൻ കാണിച്ചു തന്നു. ഞാൻ സൂം ചെയ്തിട്ട് കാറ്റാടി യന്ത്രം ഒന്ന് നോക്കാം. ഇത് ഓരോ കാറ്റാടി യന്ത്രം ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് വരും എന്നാണ് ഞാൻ കേട്ടത്. ഏകദേശം 30 ലക്ഷത്തിന്റെ മേലെ വരും എന്നാണ്, കറക്റ്റ് അറിയില്ല. എന്റെ ഞാൻ ഡീറ്റെയിൽസ് നോക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പൊ ഈ ഒരു കുന്ന്, ചെറിയൊരു കുന്നുണ്ട്. ഈ കുന്നിലേക്ക് ഞാൻ ഒന്ന് കയറി നോക്കാണ്. കയറി നോക്കിയാൽ ഇപ്പുറത്തെ കാഴ്ചകൾ എന്താ നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെ നോക്കട്ടോ. അതിന് ഞാൻ ടോപ്പിൽ കയറി പൊളിച്ചും മോനെ പൊളിച്ച്. എന്റെ വണ്ടി കാണുന്നുണ്ടോ? ആ തലത്തിലതാ വണ്ടി. അവിടുന്ന് കയറി ഓരോ ഭാഗങ്ങളെത്തുമ്പോഴും വ്യത്യസ്ത കാഴ്ചകളാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഭൂമിയുടെ സൗന്ദര്യം തന്നെ അല്ലേ ഈ മലകളും കുന്നുകളൊക്കെ. ഭൂമി ദൈവം സൃഷ്ടിച്ചത് വെറുതെ അല്ല അല്ലേ. ഓരോ കാഴ്ചകളും അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും കൊടുക്കുന്ന കാലാവസ്ഥ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ തണുപ്പ് കൊടുക്കുന്നത്. നമ്മൾ ചില ആൾക്കാർ വിചാരിക്കാറുണ്ട് എന്തൊരു തണുപ്പാണെന്നല്ലേ. പക്ഷെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ട്. കൃഷിയുള്ള സ്ഥലങ്ങൾ അധികം തണുപ്പുള്ള സ്ഥലമാണ്. അതൊരു മോന് സൈക്കിളോട്ട് വരുന്നുണ്ട്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അമ്പലമല്ല അവിടെ ഒരു അമ്പലമുണ്ട്. ഒരു വൈറ്റ് ഇതില് നല്ല അടിപൊളിയായിട്ട് ഒരു കുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ ഇല്ലേ ആ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ കാണുന്ന കാട് ഏരിയ ആണ്. കുറെ പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഈ ഓരോ ഇതില് ഈ കരണ്ടിന്റെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആനകൾ ഇറങ്ങുന്നതിനും കൊണ്ടാണ് കരണ്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. രാത്രി ഇത് വർക്കിംഗ് ആണ്. രാത്രി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും സഞ്ചരിക്കാത്ത സമയമാണ്. അതാ ഒരു കുട്ടി ഡോഗിനായിട്ട് വരുന്നത്. ഹായ്. ഓരോ ഭാഗങ്ങൾ എത്തുമ്പോൾ എനിക്കൊരു വ്യത്യസ്ത കാഴ്ചകളാണ് സമ്മാനിക്കുന്ന ഈ ഭൂമി. ഇവിടെ ഒരു ആൽമരം ഉണ്ട്. ആൽമരം തന്നെ ആണോ? ആ ആൽമരം തന്നെ. അപ്പോൾ വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഇവിടെ ഒരു വേറൊരു വ്യൂ. എന്താ ഭംഗി. ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഇന്ന് പൊങ്കലാണ്. പൊങ്കല് സ്കൂളിൽ ലീവാണ്. അതുകൊണ്ട് കുറെ കുട്ടികളെ കാണുന്നുണ്ട്. എൻ്റെ യാത്രയിൽ എപ്പോഴും കൂടുള്ള ഒരു സാധനം ഈ വണ്ടിനെ പറ്റിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് യാത്ര ചെയ്യാനുള്ള സുഖം ഉണ്ടല്ലോ, അത് വേറൊരു ലെവൽ തന്നെയാണ്. ഈ ഊരവേദന ഇതൊക്കെ ഈ വണ്ടി ഓട്ടിച്ചിട്ട് ഇതുവരെ ഉണ്ടായില്ല. ഞാൻ കിലോമീറ്ററോളം ഓടിയ ഈ വണ്ടി മാത്രമല്ല, പഠിച്ചവന് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. ഇന്ത്യ ഒന്നായിട്ട് കറങ്ങാനുള്ള വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി കാണാൻ തന്നെ ഒരു ലുക്ക് ഉണ്ടോ. അതുപോലെ ഈ പച്ചപ്പിന്റെ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ അതിന്റെ ഭംഗി വേറെ ലെവലാ. കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ട് അറിയാം. അപ്പൊ ഞാൻ ഈ വണ്ടിന്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട വണ്ടിയാണ്. അപ്പൊ ലോങ് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്തോണ്ട് അടിപൊളിയായിട്ട്. ബുള്ളറ്റ് ഒക്കെ ഇതിന്റെ ഇടയിൽ ഒന്നല്ല. അതുപോലെ വണ്ടി നല്ല ഫിറ്റ്നസ്സുമാണ് യാത്ര ചെയ്യുമ്പോൾ. പിന്നെ ഏത് പുതിയ വണ്ടിയാണെങ്കിലും നമ്മൾ സമയം മോശമാകുമ്പോൾ അതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ കഴിയുന്നത് ഒഴിവാക്കുക, കയ്യിൽ ക്യാഷ് കരുതുക. ടൗണിലൊക്കെ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എയർടെൽ നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ഗൂളിക്കടവിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ കയ്യിൽ നിന്ന് ക്യാഷ് കരുതുക. പിന്നെ എയർടെൽ കണക്ഷൻ ഉള്ളവർ ഒരു സെപ്പറേറ്റ് ഒരു ജിയോ കണക്ഷനും എടുത്തു വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാതെ കാര്യങ്ങളൊക്കെ കഴിയും. അപ്പം വണ്ടി കൊണ്ടുവരുമ്പോൾ, വണ്ടി യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു വണ്ടി യൂസ് ചെയ്യുക. ഞാൻ 2020 വണ്ടിയാണ്, എല്ലാം കൊണ്ടും ബെറ്റർ വണ്ടി. ബുള്ളറ്റൊക്കെ ഒന്ന് ഇതിന്റെ ഇടയിൽ ഒന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു തീരുമാനം. അത് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ വിചാരിച്ചു 40-35 കിട്ടുള്ളൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ 55ന്റെ മേലെ കിട്ടുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കോഴിക്കോട് നിന്ന് മണ്ണാർക്കാട് വരെ ഞാൻ വന്നത് വെറും 187 റുപ്യന്റെ പെട്രോൾ അടിച്ചിട്ടാണ്. അപ്പൊ മണ്ണാർക്കാട് 100 കിലോമീറ്റർ ഉണ്ട്, മണ്ണാർക്കാട് കോഴിക്കോട് നിന്ന്. അപ്പൊ 100 ഇൻറ്റു അപ്പൊ ഏകദേശം 60 കിലോമീറ്ററിന്റെ അടുത്ത് എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഭാഗത്തെ ഹൈ റേഞ്ച് അതിനെ കൊണ്ട് 55 ഉറപ്പായിട്ട് കിട്ടും.
കാരണം അത് മാത്രമല്ല ഇവിടെ അധികം ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടല്ലോ, ആ ഇറക്കത്തിൽ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാതെ തന്നെ സുഖമായിട്ട് കിലോമീറ്ററോളം ഞാൻ യാത്ര ചെയ്തിരിക്കണേ. ഒരു 55 എന്തായാലും കിലോമീറ്റർ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇനി പുതിയ യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വണ്ടി ധൈര്യമായിട്ട് എടുക്കട്ടോ. പുതിയ വണ്ടിന്റെ കഥ എനിക്കറിയില്ല. ഞാനിപ്പോ എന്റെ മോഡൽ മുമ്പല്ല 2018 ലാസ്റ്റ്, അപ്പൊ 6 വർഷത്തെ പഴക്കമുള്ള വണ്ടിയാണ്. നല്ല ടയർ നല്ല ഉഷാറായിട്ട് ഉപയോഗിക്കുക, ബ്രേക്ക് ഓയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി അടിപൊളിയാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ സർവീസ് ചെയ്യും. അപ്പോൾ സർവീസും ചെയ്ത് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പിളപിള. അപ്പൊ ഞാൻ സ്ഥലത്ത് ഇതുവരെ എത്തിയില്ല കേട്ടോ. അങ്ങോട്ട് പോവാണ്, കാഴ്ചകൾ കണ്ടിങ്ങനെ വണ്ടി നിന്ന് പോണ. ശരിക്കും ഇങ്ങോട്ട് വരണമെങ്കിൽ എന്താ പറയാ, അടിപൊളി. എന്തായാലും ഒരു ദിവസം ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ടോ. ഈ സ്ഥലത്തേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് വരാം. ഇത് അട്ടപ്പാടിയിൽ ഉള്ള സ്ഥലമാണ് കേട്ടോ. നല്ല സിങ്കിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് നല്ല സ്ട്രൈറ്റ് അങ്ങോട്ട് വരാം. നല്ല സിങ്കിൽ നല്ല വ്യൂ ആണ്, പക്ഷെ നല്ല സിങ്കിനെക്കാട്ടും അടിപൊളി വ്യൂ ആയിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെടുന്നത്. ഒരുവിധ ആൾക്കാരും യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റയിലൊക്കെ കൊടുത്തത് നല്ല സിങ്കിന്റെ വീഡിയോ മാത്രം ഇട്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ സ്ഥലങ്ങളാണ് ഈ കാണുന്നൊക്കെ. ഇനി ഒരുപാട് എനിക്ക് പോകാനുണ്ട്, 7 കിലോമീറ്ററോളം ഇനി യാത്ര ചെയ്യാണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കുറച്ച് ദൈവത്തിനറിയാം. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം.